ഉരുൾപൊട്ടലിൽ കാണാതായ സഹോദരിയെയും സഹോദരിയുടെ ഭർത്താവിനെയും തേടി രണ്ടുപേർ ഈ ക്യാമ്പുകളിൽ വന്നിട്ടുണ്ട്. ഇവരുടെ സഹോദരിയായ രത്തിനിയുടെ ഭർത്താവായ രാജേന്ദ്രനുമാണ് കാണാതായിട്ടുള്ളത്. എന്താണ് സംഭവിച്ചത്? അവർ എവിടെയാണ് താമസിച്ചിരുന്നത്? അവർ സ്കൂൾ റൂട്ടിലായിരുന്നു താമസിച്ചവർ. പക്ഷെ ഞങ്ങൾ അതിന് 2 ദിവസം മുമ്പ് ഏട്ടൻ വന്ന് പോയതാണ്. നിങ്ങളിവിടെ നിൽക്കേണ്ട, നാട്ടിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ടാണ് അവർ വന്നത് തന്നെയാണ്. പക്ഷെ അന്ന് രാവിലെ ഇവർ വന്നതുകൊണ്ട് ഇവരും കൂടി രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഇവരും കൂടി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞങ്ങൾക്ക്. കാരണം അന്ന് വൈകുന്നേരം ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഫോണിൽ നിങ്ങളിവിടെ നിൽക്കണ്ടെന്ന് ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ കെഞ്ചി പറഞ്ഞു. പക്ഷെ അവരുടെ പെങ്ങന്മാർ ഇവിടെ മേപ്പടി താമസിക്കുന്നുണ്ട്, അവരും കൂടി വിളിച്ച് പറഞ്ഞിട്ട് അയൽവാസികളൊക്കെ ഒരുപാട് പേര് വിളിച്ച് പറഞ്ഞിട്ട് അവർ ശ്രദ്ധിക്കാണ്ട് ഒരു തരത്തിലും അവർക്ക് കയറാനുള്ള ഒരു ഇതും അവർക്ക് അവസരം കിട്ടില്ല തോന്നുന്നു. പക്ഷെ അവർ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ മേലെ ടെറസിൻ്റെ മേലെ ഞങ്ങൾ ഇരുന്നോളാം, അയൽവാസിൻ്റെ മേലെ റൂമിനകത്ത് താമസിച്ചോളെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ 9 മണി വരെ ഞങ്ങൾ ഫോൺ വിളിച്ച് പറഞ്ഞു. നാട്ടിൽ നിങ്ങൾ മൈസൂരിൽ നിൽക്കുമ്പോൾ തന്നെ ഫോൺ വിളിക്കുന്നുണ്ട്. 9:30 വരെ ഞങ്ങൾക്ക് കോള് കിട്ടി. പക്ഷേ അതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയിക്കോളാം എന്ന് മാത്രമേ ഞങ്ങൾ കേട്ടിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ വിളിക്കുന്നത് 2 മണിക്കാണ് രാത്രി. പക്ഷേ അതിന് ശേഷം എല്ലാ ഫോണും സ്വിച്ച് ഓഫ് ആയി പോയി. പിന്നെ പിറ്റേന്ന് രാവിലെ വിളിക്കുമ്പോൾ അയൽവാസികളുടെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ കൂട്ടുകാരന്മാർ രക്ഷപ്പെട്ടവരാണ് ഞങ്ങൾ വിളിച്ച് പറയുന്നത്, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ചൂരമല മൊത്തം പോയി, ഒന്നും കാണുന്നില്ല, നിങ്ങൾ വീടൊക്കെ പോയിന്നപ്പോഴാണ് ഞങ്ങൾക്ക് ആകെ സങ്കടമായത് സാറേ. ഒന്നും ചെയ്യാത്ത 6 മാസം പോലും ആയിട്ടില്ല വീട് വെച്ചിട്ട്. വീട് കൂടി അത്രയും നല്ല രീതിയിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വീട് വെച്ചത്, കടകളൊക്കെ വാങ്ങിയിട്ട്. കൂലിപ്പണി എടുത്തിട്ടാണ്. ചേച്ചിക്ക് വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വീടുണ്ടാക്കി കൊടുത്തു. എപ്പോഴും പറയുമായിരുന്നു, വീട് മാറിയിട്ട് എവിടെ പോയാലും മരിച്ചാലും കുഴപ്പമില്ല, ഞാൻ വീട് വെച്ചിട്ട് മാറണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തപ്പോൾ വീട് വാങ്ങിയിട്ട് 6 മാസമായിട്ടും അത് നന്നാകാത്ത കൊണ്ട് ഒരുപാട് മാസം ഞാൻ മൈസൂരിൽ നിന്ന് വന്ന് നിന്ന് മാസങ്ങളോളം പണിയെടുത്തിട്ടാണ് ഇവിടെ വീട് റെഡിയാക്കി എടുത്തത്. ഏട്ടനൊക്കെ വന്ന് ഒരുപാട് ബുദ്ധിമുട്ടി കുറേ മണലും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടാണ് വീട് കെട്ടിയൊക്കെ. ഒരുപാട് ആഗ്രഹമായിരുന്നു അവൾക്ക് വീട് വെച്ച് പോകണം, ഞാൻ മരിച്ചാലും കുഴപ്പമില്ല എന്നുള്ളതൊക്കെയാണ് അവർ പറയേണ്ടത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന അങ്ങനെ ഒരു ആഗ്രഹങ്ങൾക്ക് ആയിപ്പോയതാണോ, ഇനിയിപ്പോൾ അവളുടെ വിധി ഇങ്ങനെ ആയി എന്നറിയില്ല. പക്ഷേ അവർ എല്ലാ കുടുംബങ്ങളും മേലെ കയറിയിട്ടതാണ് അത്. പക്ഷേ ആർക്ക് അയൽവാസികൾ വിളിച്ചിട്ട് ഇവർ വന്നില്ല എന്ന സ്ഥിതിക്ക് ഒരുപാട് ആൾക്കാർ ഒച്ചപ്പാടുണ്ടാക്കിയത്, നിങ്ങൾ നിൽക്കേണ്ടത് പറഞ്ഞല്ലോ, നിങ്ങൾ നടന്നോളൂ, നിങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ടാണ് സാറേ ഇതാക്കിയത്. അപ്പോൾ അത് ശേഷം ഞങ്ങൾ രാവിലെ വന്ന് ഇവിടെ നോക്കുമ്പോൾ എല്ലാ ക്യാമ്പിലും നോക്കി, എവിടെ അഡ്രസ്സും ഇല്ല, ഫോൺ കോളും കിട്ടുന്നില്ല. ആരെങ്കിലും വിളിക്കുക, ഞങ്ങൾ കൂട്ടുകാരന്മാരെന്ന് നോക്കുമ്പോൾ കൂട്ടുകാരന്മാരൊക്കെ അവിടെ ഇവിടെ കയറ്റാണ്. അവരെ ഇതുവരെ പറ്റും അവർ ശരിക്കും ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾക്ക് അറിയുന്ന 2 കൂട്ടുകാരന്മാർ ചൂരമലത്തിലുണ്ട്, അവിടെ അവൻ്റെ കൂടെ ചെയ്യുന്ന സഹായിക്കുന്ന ആൾക്കാരുടെ കൂടെ നിൽക്കുന്നുണ്ട്. അവരെ ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ വീടിൻ്റെ അടയാളം ഒന്ന് പറഞ്ഞു കൊടുക്കി, അതിൻ്റെ അടിയിൽ എവിടെയെങ്കിലും കുടുങ്ങി കിടക്കുകയാണെങ്കിലും എങ്ങനെ ആയാലും കിട്ടുകയാണെങ്കിലും ഒന്ന് അറിയിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് അവർ വിളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അവർ അവിടെ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. വീടിൻ്റെ ആ ഭാഗത്ത് എന്തെങ്കിലും ബാക്കിയുണ്ടോ? എവിടെയായിരുന്നു കറക്റ്റ് അവിടെ ഇല്ല, ഒന്നുമില്ല, കറക്റ്റ് ഒന്ന് പറയാനില്ല. അതൊക്കെ ഒഴുകി റോഡായി പോയി, അത്രയ്ക്ക് മാത്രമല്ല. സ്കൂളിൽ നേരെ പോണ ആ റോഡ് താഴ്ഭാഗമാണ് വീട്. അപ്പോൾ ഞങ്ങൾ സ്കൂളിൻ്റെ തൊട്ടടുത്താണോ? തൊട്ടടുത്തില്ല സാറേ, അതിന് കുറച്ച് മേലെ പോകണം. അവിടെ അത്രയും കുടുംബങ്ങളാണ്, ഞങ്ങൾ കണ്ടു നിന്ന ഒരുപാട് കുടുംബങ്ങളൊന്നും ഇല്ല. ഇപ്പം നഷ്ടപ്പെട്ടവർ എൻ്റെ കൂട്ടുകാരന്മാർ ഓരോ വീട്ടിൽ 7 ആളുകൾ 8 ആൾ 10 ആളൊക്കെ നഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്. പക്ഷേ 4 കുടുംബത്തിൽ ഒറ്റ ബസ്സിൽ കയറിയിരുന്നതാണ് അവർക്ക് അത്രയും അപകടം പറ്റിയത്. പക്ഷേ അയൽവാസികളൊക്കെ 2-3 പേര് അങ്ങനെ രക്ഷപ്പെട്ട് വന്ന് ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് ക്യാമ്പിലുണ്ട്. ബാക്കിയുള്ളവരൊന്നും ഒന്നും കിട്ടിയിട്ടുമില്ല. അവരുടെ ഒരു അവശിഷ്ടങ്ങളും ഞങ്ങളെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. വന്നതൊക്കെ ഒരുപാട് നേരം നോക്കി ഞങ്ങൾ. ഇന്നലെയും 3 ദിവസമായിട്ട് വന്നിട്ട് എല്ലാം നോക്കുന്നുണ്ട്, ഒന്നിനും ഒരു അടയാളം കിട്ടുന്നില്ല. ഞങ്ങൾക്ക് വന്നതിൽ തെന്നും വരാണ്ടെന്നാണ് അവർ പറയുന്നത്. പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, നിലമ്പൂരിൽ കുറേ ബോഡി വരാണ്ട്, നോക്കുകയാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാമെന്നാണ് അവർ പറഞ്ഞത്. ഈ ക്യാമ്പുകളിലും നിലമ്പൂരും ഒക്കെ തന്നെ അന്വേഷിച്ചു. നിലമ്പൂരിലേക്ക് ഞങ്ങൾ ഇന്നലെ തന്നെ ഇവർ കൊടുത്ത ഇതിൽ നോക്കുമ്പോൾ ഫോണൊക്കെ വിളിച്ച് വാട്സപ്പൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഫോട്ടോകളൊക്കെ അവർക്ക്. പിന്നെ അവിടെ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ നിങ്ങൾ വരാണെങ്കിൽ നല്ലത്, കാരണം ഇവിടെ എല്ലാം പാഴ്സായിട്ടാണ് കിടക്കുന്നത്, തിരിച്ചറിയുകയാണെങ്കിൽ കൊണ്ടുപോയിക്കളെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അമ്മേനെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്, എൻ്റെ ഭാര്യയും ഏട്ടൻ്റെ ഭാര്യയും കൊണ്ടുവരുന്നുണ്ട്. അമ്മയ്ക്ക് വയ്യാത്ത ഒരാളും കൂടിയാണ്. പിന്നെ വന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ താങ്ങുമെന്ന ഒരു പിടുത്തം ഇല്ല. അപ്പോൾ അത് നിങ്ങളിവിടെ കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മളിത് കർമ്മങ്ങൾ ചെയ്തിട്ട് പോകാനുള്ള ഇതിലാണ് ഞങ്ങൾ വന്നതാണ്. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ താമസിക്കാൻ വീടില്ലാണ്ടായല്ലോ. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് നാടെന്ന് പറയുന്നത് ആകെ ചൂരമില്ലായിരുന്നു. ഞാൻ എവിടെ പോകുന്ന ഒരു പിടുത്തമില്ല. ഇതാണ് രത്തിനിയുടെയും രാജേന്ദ്രൻ്റെയും ഫോട്ടോ. ഈ ഫോട്ടോ
വെച്ച് ഇവർ ക്യാമ്പുകളിലൊക്കെ തന്നെ തിരയുന്നുണ്ട്, ആശുപത്രികളിൽ തിരയുന്നുണ്ട്, നിലമ്പൂരിലുമൊക്കെ തന്നെ ഇവർ തിരഞ്ഞു. പക്ഷേ ചില സൂചനകൾ കിട്ടി ഓരോ സ്ഥലത്തേക്ക് പോകുമെങ്കിൽ പോലും ഇവരുടെ സഹോദരിയും സഹോദരിയുടെ ഭർത്താവിനെയും ഇതുവരെ ഇവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവർ ഇപ്പോഴും കാത്തിരിക്കുകയാണ് ഇവരുടെ സഹോദരിയും സഹോദരിയുടെ ഭർത്താവിനും വേണ്ടിയിട്ട്. മേപ്പാടിയിലെ ക്യാമ്പിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ, ഇൻ റിപ്പോർട്ടർ.